السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. والصلاة والسلام على أشرف رسل الله وعلى آله وصحابه الفائزين برضا الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لتجدن أشد الناس عداوة للذين آمنوا اليهود والذين أشركوا ولتجدن أقربهم مودة للذين آمنوا الذين قالوا إنا نصارى ذلك بأن منهم قسيسين ورهبانا وأنهم لا يستكبرون. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ, കാരുണ്യനായ പടച്ച തമ്പുരാൻ നമ്മുടെ ഒരുമിച്ചൂടെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. ഇന്ന് ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ അള്ളാഹു നമ്മോട് ഒരുമിപ്പിച്ചതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലും അള്ളാഹു നമ്മെ ഒരുമിച്ചൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ സംഭവിച്ച എല്ലാ ചെറുതും വലുതുമായ തെറ്റുകളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കാനും അവസാനം മുഅ്മിനായി ഈ ലോകത്തോട് വിട പറയാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു ആജിലും മുസ്തമിറുമായ ശിഫാ പ്രദാനിക്കുമാറാകട്ടെ. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു കടം വീട്ടാനുള്ള മാർഗങ്ങൾ എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. ലോകത്തെ യുദ്ധക്കെടുതി അനുഭവിക്കുന്ന പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിലെ ജനങ്ങൾ അള്ളാഹു അവർക്ക് ആശ്വാസവും സമാധാനവും നൽകുമാറാകട്ടെ. സമാധാനത്തിന്റെ ശത്രുക്കളായ ഇസ്രായേലിനും അമേരിക്കയ്ക്കും അള്ളാഹു ഉടനെ പരാജയം സമ്മാനിക്കുമാറാകട്ടെ. പുരാതന ഗ്രീസിൽ അവിടുത്തെ ക്ലാസിക്കൽ കാലഘട്ടത്തിൽ നടന്ന, അവിടെ ജീവിച്ചിരുന്ന വളരെ പ്രസിദ്ധനായ ഒരു ഗ്രീക്ക് തത്വചിന്തകനുമായി ബന്ധപ്പെട്ട ഒരു സംഭവമുണ്ട്. BC 4-ാം നൂറ്റാണ്ടില് അന്നത്തെ ഗ്രീസിലെ വലിയൊരു തത്വചിന്തകനായിരുന്നു അഫ്ലാത്തൂൻ അഥവാ പ്ലേറ്റോ. പ്ലേറ്റോ അരിസ്റ്റോട്ടലിന്റെ ശിഷ്യനാണ്. ഗ്രീക്ക് തത്വചിന്തയുടെ പ്രധാന ഒരു പങ്കാളി എന്ന് ഈ പ്ലേറ്റോയെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയും. ഗ്രീക്കിലെ ജനങ്ങൾ അവരുടെ കുരുക്കഴിയാത്ത പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി എത്തിയിരുന്നത് ആ കാലഘട്ടത്തിൽ പ്ലേറ്റോയുടെ അടുക്കലായിരുന്നു. BC 400-ൽ ഗ്രീക്കിലേക്കുള്ള പരിസര നാടുകളുടെ കുടിയേറ്റം വർദ്ധിച്ചു. പരിസര നാടുകളിൽ നിന്നും ഗ്രീക്കിലേക്ക് ആളുകൾ ഇങ്ങനെ കുടിയേറാൻ തുടങ്ങിയപ്പോൾ പ്രദേശവാസികളുടെ എണ്ണത്തേക്കാൾ വിദേശികളുടെ എണ്ണം കൂടുതലാകുമോ എന്നുള്ള ഭയാശങ്ക ഗ്രീക്കുകാർക്കുണ്ടായി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ രാജ്യത്തിന്റെ ഭരണം അവർ പിടിച്ചെടുക്കുമോ എന്ന് ഗ്രീക്കുകാർ ഭയപ്പെട്ട ഒരു സന്ദർഭത്തിൽ എന്താണ് ഇതിനൊരു പരിഹാരമെന്ന് തേടിക്കൊണ്ട് ജനങ്ങൾ അന്ന് പ്ലേറ്റോയെ സമീപിക്കുന്നുണ്ട്. ഞങ്ങളുടെ രാജ്യത്തേക്ക് വിദേശികളുടെ കുടിയേറ്റം അധികരിക്കുകയാണ്, രാജ്യനിവാസികളെക്കാൾ അവർ എണ്ണത്തിൽ കൂടുതലാകുമോ നിങ്ങൾ ഭയപ്പെടുകയാണ്. അങ്ങനെ വന്നാൽ ഒരുപക്ഷെ രാജ്യത്തിന്റെ അധികാരം അവരുടെ കൈകളിലെത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തത്വചിന്തകനായ അങ്ങ് ഞങ്ങൾക്കൊരു പോംവഴി പറഞ്ഞു തരണമെന്നാണ് പ്ലേറ്റോയോട് അന്ന് അവർ ആവശ്യപ്പെട്ടത്. അപ്പോൾ പ്ലേറ്റോ അവരോട് നിർദ്ദേശിച്ചത് നിങ്ങൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നാണ്. വിദേശികൾ നിങ്ങളുടെ രാജ്യത്ത് ആധിപത്യം നേടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമത്തത്, ഒരിക്കലും വിദേശികളായ ആളുകൾക്ക് നിങ്ങൾ വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുത്. വിദ്യാഭ്യാസം ഈ നാട്ടിലെ ആളുകൾക്ക് മാത്രമായി പരിമിതിപ്പെടുത്തുക. വിദേശികളെ വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാൻ നിങ്ങളുടെ നാട്ടിൽ അനുവദിക്കരുത്. അവരുടെ വിദ്യാർത്ഥികൾ, അവരുടെ മക്കൾ
നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ഒരു അവസരവും നിങ്ങൾ ഉണ്ടാക്കരുത്. അങ്ങനെ പരമാവധി കുടിയേറ്റക്കാരായ ആളുകൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചുകൊണ്ട് അവരെ വിദ്യാഭ്യാസമില്ലാത്തവരാക്കി നിങ്ങൾ ആക്കി തീർക്കുക. വിദ്യാഭ്യാസമില്ലാത്തൊരു ജനതയ്ക്ക് ഒരിക്കലും മുന്നോട്ട് ഗമിക്കാൻ കഴിയില്ല. അവരൊരിക്കലും ഗ്രീക്കിന്റെ അധികാരത്തിലേക്ക് എത്തൂല. രണ്ടാമതായി പ്ലേറ്റോ നിർദ്ദേശിച്ചത് നിങ്ങൾ അവരെ സമ്പന്നരാകാൻ അനുവദിക്കരുത്. അവരുടെ കച്ചവട സ്ഥാപനങ്ങളും അവരുടെ വരുമാന മാർഗങ്ങളിലും നിയമപരമായ തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അവരെ സമ്പന്നരാകാൻ ഒരിക്കലും അനുവദിക്കാതിരിക്കുക. ഇനി നിങ്ങളുടെ വിലക്കുകൾ മറികടന്ന് ഏതെങ്കിലും ഒരാൾ സമ്പന്നനായി തീരുന്നുണ്ടെങ്കിൽ അവരെ പിടിച്ച് നിങ്ങളുടെ കൂടെ നിർത്തുക. നിങ്ങളുടെ വിലക്ക് മറികടന്ന് ആരെങ്കിലും വിദ്യാഭ്യാസം നേടി ഉന്നതങ്ങളിൽ എത്തുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങളുടെ കൂടെ നിർത്താൻ ശ്രമിക്കുക. ഒരിക്കലും കുടിയേറ്റക്കാരുടെ ഭാഗമാകാൻ അവരെ അനുവദിക്കരുത്. മൂന്നാമത് പ്ലേറ്റോ നിർദ്ദേശിച്ചത് നിങ്ങൾ എപ്പോഴും അവർക്കിടയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇട്ടുകൊടുക്കണം. ഒരിക്കലും അവരെ നിങ്ങൾ ഐക്യപ്പെടാൻ അനുവദിക്കരുത്. നിങ്ങൾ നാട്ടുകാർ ഐക്യപ്പെടുകയും കുടിയേറ്റക്കാരായ ജനതക്കിടയിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഇട്ടുകൊടുക്കുക. ആ ഉത്തരവാദിത്വം ഭരണകൂടം ചെയ്യണം. അങ്ങനെ ഭരണകൂടം പരമാവധി ഇവരെ ഭിന്നിപ്പിച്ചു കഴിഞ്ഞാൽ അവരൊരിക്കലും ഐക്യപ്പെടാനോ അങ്ങനെ അധികാരത്തിലേക്ക് എത്താനോ അവർക്ക് കഴിയില്ല. അവരാ പ്രശ്നങ്ങളിൽ കിടന്നിട്ട് പരസ്പരം തർക്കിച്ച് തമ്മിത്തല്ലി സമയം കളയണം. അവരുടെ കഴിവ് മുഴുവനും അതിൽ ഇവർ വിനിയോഗിക്കണം. ഈ 3 തന്ത്രങ്ങൾ പ്ലേറ്റോ പറഞ്ഞു കൊടുക്കുകയും അത് അവരാ നാട്ടിൽ പ്രയോഗവൽക്കരിക്കുകയും ചെയ്തപ്പോഴാണ് ഗ്രീക്ക് നാഗരികത സംരക്ഷിക്കപ്പെടാനും ആ രാജ്യത്തെ വിദേശാധിപത്യത്തിൽ നിന്നും വിദേശ ഭരണത്തിൽ നിന്നും രക്ഷിച്ചെടുക്കാനും അവർക്കിന്ന് കഴിഞ്ഞത്. ഇത് പ്ലേറ്റോ പറഞ്ഞു കൊടുത്ത ഈ ബുദ്ധി, ഇതേ ബുദ്ധി തന്നെയാണ് സത്യം പറഞ്ഞാൽ ഏതൊരു നാട്ടിലും ഭരണകൂടത്തിന് ഇഷ്ടമില്ലാത്ത ആളുകൾക്കെതിരെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇതേ വിദ്യ തന്നെയാണ്. അത് നമ്മൾ എവിടെ നോക്കിയാലും മനസ്സിലാകും. നമ്മുടെ രാജ്യത്തേക്ക് വന്നാൽ ഇവിടെയും ഭരണകൂടത്തിന് താല്പര്യമില്ലാത്ത ആളുകൾക്കെതിരെ ഭരണകൂടം നാളുകളായി പ്രയോഗിക്കുന്ന ഒരു ടൂൾ ഇത് തന്നെയാണ്. ഇന്ത്യ രാജ്യത്ത് ഫാസിസ്റ്റ് ഭരണകൂടത്തിന് താല്പര്യമില്ലാത്ത ആളുകളാണ് ഇവിടെയുള്ള മതന്യൂനപക്ഷങ്ങൾ, ഇവിടെയുള്ള ദളിത് വിഭാഗങ്ങൾ, അവർണ ജാതികൾ. ഇവരോടൊന്നും ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തിന് താല്പര്യമില്ല. അവരൊരു ബ്രാഹ്മണിക്കൽ ഭരണം സൃഷ്ടിക്കാനാണ് അവർ വർഷങ്ങളായി ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഭാഗങ്ങൾക്ക് ഇടയിൽ ഇത്തരം ഈ 3 കാര്യങ്ങൾ വർഷങ്ങളായി അവർ പ്രയോഗിക്കുകയാണ്. ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തകർക്കുക, അവരെ വിദ്യാസമ്പന്നരാകാൻ അനുവദിക്കാതിരിക്കുക, അവരുടെ കച്ചവട സ്ഥാപനങ്ങൾ അവരുടെ വരുമാന മാർഗങ്ങളിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുക, അതിന് പറ്റുന്ന രീതിയിലുള്ള നിയമങ്ങൾ സൃഷ്ടിക്കുക. ആ നിയമങ്ങളുടെ നൂലാമാലകളിൽ പെട്ടുകൊണ്ട് അവരൊരിക്കലും വിദ്യാസമ്പന്നരാകാതെ അവരൊരിക്കലും സാമ്പത്തികമായി മുന്നോട്ട് വരാത്ത രീതിയിൽ അവരെ അവിടെ തളച്ചിടുക. മൂന്നാമത് അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അവർക്കെന്നും തർക്കിക്കാനുള്ള എന്തെങ്കിലും വിഷയങ്ങൾ ഭരണകൂടം തന്നെ ഇട്ടുകൊടുക്കുക. അങ്ങനെ അതിൽ കിടന്നുകൊണ്ട് പരസ്പരം തർക്കിച്ച് അവരുടെ സമയങ്ങളും അവരുടെ സമ്പത്തുകളും ഒക്കെ അതിൽ ഇങ്ങനെ നഷ്ടപ്പെടുത്തി കളയുക. ഈ ഒരു ട്രിക്ക് പ്ലേറ്റോ അന്ന് പറഞ്ഞു കൊടുത്ത ഈ ഒരു ബുദ്ധി സത്യത്തിൽ നമ്മുടെ രാജ്യത്തും ഏതൊരു രാജ്യത്തും ഭരണകൂടത്തിന് താല്പര്യമില്ലാത്ത വിഭാഗങ്ങൾക്കെതിരെ വളരെ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങൾ ഇത് നേരത്തെ മനസ്സിലാക്കി. ഫാസിസ്റ്റ് ഭരണകൂടം ഒരിക്കലും മുസ്ലിം സമുദായത്തോട് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കില്ല എന്ന് മുസ്ലിമീങ്ങൾ നേരത്തെ മനസ്സിലാക്കി. അതുകൊണ്ട് നമുക്ക് കൂടുതൽ കരുതലുണ്ടായി. പക്ഷേ നമ്മളോടൊപ്പം ഇവിടെ ഇത് മനസ്സിലാക്കേണ്ടിയിരുന്ന മറ്റൊരു ന്യൂനപക്ഷ സമുദായമായിരുന്നു ഇവിടുത്തെ ക്രൈസ്തവർ. പക്ഷെ ക്രൈസ്തവർ ഇത് മനസ്സിലാക്കാൻ കുറച്ച് വൈകിപ്പോയി. ഇപ്പോൾ അവർക്ക് ഏകദേശമൊക്കെ മനസ്സിലായി വരുന്നുണ്ട്. അത് മനസ്സിലാക്കാൻ വൈകിപ്പോയത് കൊണ്ടാണ് അവർ ഒളിഞ്ഞും തെളിഞ്ഞൊക്കെ ഫാസിസത്തിന് ഒത്താശ ചെയ്യാനും അവരെ സഹായിക്കാനൊക്കെ ഒരു പരിധിവരെയൊക്കെ മുന്നോട്ട് വന്നത്. ഇപ്പോൾ അവർക്കെതിരെ നിയമങ്ങൾ ചുട്ടെടുക്കാൻ തുടങ്ങിയപ്പോൾ അവർ മനസ്സിലാക്കി തുടങ്ങി, ഇന്ന് ദുഃഖവെള്ളിയാണ്,
ഇന്ന് അവരുടെ ചർച്ചകളിലെ ഇടയലേഖനങ്ങളിൽ അവർ തുറന്നു പറഞ്ഞു, ക്രൈസ്തവരെ ആരും ചുമക്കേണ്ടതില്ല, ക്രൈസ്തവരെ ആരും ചുമക്കേണ്ടതില്ല, ക്രൈസ്തവ ബിഷപ്പുമാർ ഒരു രാഷ്ട്രീയ പാർട്ടികളെയും അടിമകളല്ല എന്ന് തുറന്നു പറയേണ്ട ഒരു ബുദ്ധി ഈ ദുഃഖവെള്ളിയുടെ ദിനത്തിൽ അവർക്കുണ്ടായി. ഇപ്പോൾ അവരെ കണ്ണു തുറപ്പിച്ചത് FCRA എന്ന് പറയുന്നൊരു നിയമമാണ്. വിദേശ സഹായം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് അതിന് കൂച്ചുവലം കിടുന്നൊരു പുതിയ ബില്ല് ഈ പാർലമെന്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. അതിശക്തമായ പ്രതിപക്ഷത്തിന്റെ എതിർപ്പും 4-5 സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പും പ്രമാണിച്ച് അത് തൽക്കാലം മാറ്റിവെച്ചു. അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ ഇത് പാസാക്കിയെടുക്കുമെന്ന് കേന്ദ്ര നിയമമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. FCRA ബില്ല് എന്ന് കേൾക്കുമ്പോൾ ആദ്യം ക്രൈസ്തവ സഭകളാണ് ഞെട്ടിയത്. അത് അവരെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയവുമല്ല, അത് മുസ്ലിം സമുദായത്തെയും ബാധിക്കുന്നതാണ്. നമുക്കറിയാം, ഒരു രാജ്യത്തെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തെ ജനങ്ങളെ മുഴുവനും അവരുടെ ആവശ്യങ്ങൾ നടത്തിക്കൊടുക്കാൻ ഒരിക്കലും ഒരു ഗവൺമെന്റിന് കഴിഞ്ഞോളുന്നില്ല. അവിടെയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നും സന്നദ്ധ സംഘടനകളോ അല്ലെങ്കിൽ സഹായം ചെയ്യാൻ കഴിയുന്ന വ്യക്തികളോ തരുന്ന സഹായം, ചാരിറ്റി ഫണ്ടുകൾ. ഈ ചാരിറ്റി ഫണ്ടുകൾ വാങ്ങിക്കൊണ്ടുവന്ന് ഇവിടെ സ്കൂളുകൾ നിർമ്മിക്കുന്നു, ആശുപത്രികൾ നിർമ്മിക്കുന്നു, മതസ്ഥാപനങ്ങൾ നിർമ്മിക്കുന്നു, മതേതര സ്ഥാപനങ്ങൾ നിർമ്മിക്കുന്നു. ഇതൊക്കെ ക്രൈസ്തവ സഭ പതിറ്റാണ്ടുകളായി ചെയ്തു വരുന്നൊരു കാര്യമാണ്. മുസ്ലിമീങ്ങൾക്കുണ്ട്. പല അറബി കോളേജുകളും പല മദ്രസകളും പല പള്ളികളൊക്കെ ഇങ്ങനെയുള്ള വിദേശ ചാരിറ്റി ഫണ്ട് കൊണ്ട് നിർമ്മിക്കപ്പെട്ടവയാണ്. ഇപ്പോൾ ഈ കൊണ്ടുവന്നിരിക്കുന്ന പുതിയ നിയമത്തിലൂടെ ഇതിനൊക്കെ കൃത്യമായ ഒരു കടിഞ്ഞാണിടാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ഉദ്ദേശിക്കുക. ആ നിയമം അതേപടി നടപ്പിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ അപകടം, വലിയ പ്രതിസന്ധി ക്രൈസ്തവ സഭകൾക്കുണ്ടാകും, ഒരു പരിധിവരെ മുസ്ലിം സംഘടനകൾക്കും മുസ്ലിമുകൾക്കും ഉണ്ടാകും. കാരണം അതിന്റെ രജിസ്ട്രേഷൻ പുതുക്കാൻ താമസിച്ചു പോയാൽ, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ പുതുക്കപ്പെടുന്നില്ലെങ്കിൽ ആ സ്ഥാപനങ്ങളെ പിടിച്ചെടുക്കാൻ ഗവൺമെന്റിന് അധികാരമുണ്ട്. പുതിയ നിയമം അനുസരിച്ച് ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ, ഒരു 5%, 10% വിദേശ സഹായം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ പോലും ആ സ്ഥാപനത്തെ ഏറ്റെടുത്തുകൊണ്ട് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്ന ഒരു മാനേജ്മെന്റിനെ ഏൽപ്പിക്കാൻ ഗവൺമെന്റിന് കഴിയും. അതിന്റെ മതസ്വഭാവം നിലനിർത്തണമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതിനുള്ള നിയന്ത്രണാധികാരം തീർച്ചയായിട്ടും ഈ മാനേജ്മെന്റിന് നഷ്ടപ്പെടും. ഇതിനവർ ന്യായമായി പലപ്പോഴും പറയാറുള്ളത് വിദേശ പണം കൊണ്ട് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നത് തടയുക എന്നുള്ളതാണ്. ഇവിടെ തീവ്രവാദ പ്രവർത്തനങ്ങളോ ക്രിമിനൽ കുറ്റകൃത്യങ്ങളോ നടക്കുന്നുണ്ടെങ്കിൽ ഈ രാജ്യത്ത് അത് തടയാനാണ് നിയമങ്ങളുള്ളത്. അതിന് കൃത്യമായ നിയമ സംവിധാനങ്ങളുണ്ട്. ആ നിയമ സംവിധാനങ്ങളിലൂടെ അത്തരം കാര്യങ്ങളെ ഇല്ലായ്മ ചെയ്യുകയല്ലാതെ വിദേശത്ത് നിന്ന് ആളുകൾ, വ്യക്തികൾ അല്ലെങ്കിൽ സംഘടനകൾ നൽകുന്ന ഈ വലിയ ചാരിറ്റിയുടെ ഫണ്ട് നിർത്തലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഈ കേരളത്തിലെ, ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളോട് ചെയ്യുന്ന വലിയൊരു ക്രൂരത തന്നെയാണ്. ഇവിടെ വൈകിയെങ്കിലും ക്രൈസ്തവ സഭകൾക്കുണ്ടായ വിവേകം അവരിനെ നിലനിർത്തണമെന്നാണ് പറയാനുള്ളത്. കാരണം ഇവര് തന്നെയാണ് പറഞ്ഞത്, റബ്ബറിന് 300 രൂപ വിലയുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ വിജയിപ്പിച്ചേക്കാമെന്ന് പറഞ്ഞു. അടുത്ത കാലത്താണ് ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത്, മതപരിവർത്തനം ആരോപിച്ചു. അന്ന് ഇന്ത്യ മുഴുവനും കത്തി, ഇന്ത്യയിൽ മുഴുവനും പ്രതിഷേധങ്ങൾ ഉണ്ടായി. എത്ര ക്രൈസ്തവ വിരുദ്ധ നടപടികളാണ് 10-12 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ ഉണ്ടായത്? എത്ര പള്ളികളാണ് തകർക്കപ്പെട്ടത്? അന്നൊന്നും ബുദ്ധി വരാത്ത, ബോധം തെളിയാത്ത ക്രൈസ്തവ സമൂഹം ഇന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്, ഈ ഫാസിസം ഞങ്ങൾക്കെതിരെ വന്നിരിക്കുന്നു, ഞങ്ങളെയും തേടിയെത്തിയെന്നവർ തിരിച്ചറിയാണ്. ഞങ്ങളുടെ പള്ളികളിൽ ക്രിസ്മസ് ദിനത്തിൽ കേക്കുമായി വന്നവരൊന്നും ഞങ്ങളെ സ്നേഹിക്കുന്നവരല്ല എന്ന് തിരിച്ചറിയാൻ ക്രൈസ്തവ പൗരോഹിതന്മാർക്ക് വൈകിപ്പോയി എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു കാര്യം മനസ്സിലാക്കണം, അതിജീവനം ആഗ്രഹിക്കുന്ന ഏതൊരു സമൂഹവും 3 കാര്യങ്ങൾ അവർക്കുണ്ടായിരിക്കും. ഇന്ത്യ പോലുള്ള രാജ്യത്ത് അതിജീവനം ആഗ്രഹിക്കുന്ന ന്യൂനപക്ഷ സമൂഹങ്ങൾ 3 കാര്യങ്ങൾ അവർ നേടിയെടുക്കണം, എന്നാലേ അവർക്കത് സാധ്യമാകൂ. മുസ്ലിമീങ്ങൾ ആ വഴിയിലൂടെ കുറച്ചു മുന്നേ സഞ്ചരിച്ചു. നമ്മൾ അതിജീവന പാതയിലൂടെ കുറച്ചു മുന്നേ സഞ്ചരിച്ചു. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെയൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്. ആദ്യം വേണ്ടത് നമ്മുടെ ശത്രുവിനെ തിരിച്ചറിയണം. ആരാണ് നമ്മുടെ ശത്രു? ശത്രുവിനെ തിരിച്ചറിയാത്തൊരു സമൂഹത്തിനും അതിജീവനം സാധ്യമല്ല. മുസ്ലിമീങ്ങൾ ആ വിഷയത്തിൽ നേരത്തെ തിരിച്ചറിഞ്ഞു ആരാണ് നമ്മുടെ ശത്രു. അല്ലാഹു വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുംതഹിനയുടെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദു അദുവ്വി വഅദുവ്വക്കും ഔലിയാ
വിശ്വാസി സമൂഹമേ, എന്റെയും നിങ്ങളുടെയും ശത്രുക്കളെ നിങ്ങൾ ഒരിക്കലും മിത്രങ്ങളാക്കരുത്. എന്റെ ശത്രുക്കളെ, നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ ഒരിക്കലും മിത്രങ്ങളാക്കരുത്. തുൽഖൂന ഇലൈഹിം ബിൽ മവദ്ദ, നിങ്ങളുടെ രഹസ്യങ്ങൾ നിങ്ങൾ അവരോട് പറയരുത്. ഇവിടെ മുസ്ലിം സമൂഹം ഐഡന്റിഫൈ ചെയ്തു ആരാണ് ഇവിടുത്തെ നമ്മുടെ ശത്രു. അതുകൊണ്ട് ശത്രുവിനോട് സ്വീകരിക്കേണ്ട അകലം സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് മുസ്ലിം സമൂഹം മുന്നോട്ട് പോകുന്നത്. മുംതഹിന സൂറത്ത് 8-9 ആയത്തുകളിലേക്ക് വരുമ്പോൾ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട് നിങ്ങളുടെ ശത്രു ആരാണ്. ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരിക്കും. നിങ്ങൾ ഒരു പ്രത്യേക മതവിശ്വാസികളാണെന്നതിന്റെ പേരിൽ നിങ്ങളോട് ശത്രുത പുലർത്താത്ത ആളുകൾ, നിങ്ങളെ ഈ നാട്ടിൽ നിന്നും പൗരത്വം വെട്ടിക്കുറിച്ച് പൗരത്വം ഒഴിവാക്കി നിങ്ങളെ നാടുകടത്താൻ ഉദ്ദേശിക്കാത്ത ആളുകൾ, അവരൊക്കെ നിങ്ങളുടെ മിത്രങ്ങളാണ്. അപ്പൊ ശത്രു രണ്ട് കാര്യം ചെയ്യുന്നവനാണ് നമ്മുടെ ശത്രു. ഒന്ന്, നമ്മൾ ഈ നാട്ടിൽ വേണ്ട എന്ന് തീരുമാനിക്കുന്നവർ, നമ്മുടെ പൗരത്വം നിഷേധിച്ച് നമ്മളെ നാടുകടത്താൻ തീരുമാനിച്ചവർ, നമ്മളൊരു ഇസ്ലാം എന്നൊരു ആദർശം സ്വീകരിച്ചു എന്നതിന്റെ പേരിൽ മാത്രം നമ്മളോട് ശത്രുത പുലർത്തുന്നവർ, നമ്മളെ തല്ലിക്കൊല്ലുന്നവർ. ഈ രണ്ട് കാര്യങ്ങളാണ് ശത്രുതയുടെ മാനദണ്ഡമായി സൂറത്തുൽ മുംതഹിന പറഞ്ഞത്. മുസ്ലിമുകൾ നേരത്തെ തിരിച്ചറിഞ്ഞു നമ്മുടെ ശത്രുക്കൾ ആരാണ്, ഈ രണ്ട് കാര്യങ്ങൾ ആരാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ശത്രുവിനെ തിരിച്ചറിയാൻ കഴിയുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഈ രാജ്യത്ത് 7% ഫാസിസ്റ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത്. എല്ലാ ഹിന്ദുക്കളുമല്ല, ഹിന്ദു മതവും ഹിന്ദുക്കളും അവര് നല്ലവരാണ്. പക്ഷേ വനവാസി കല്യാൺ മുതൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുടെ സംഘടന വരെയുള്ള 70ഓളം വരുന്ന സംഘപരിവാരത്തിന്റെ കൂട്ടായ്മ, അവരാണിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെയാണ് നമ്മൾ ശത്രുക്കളായി കണ്ടത്. ആ ശത്രുവിനെ ശത്രുവായി നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളിടത്താണ് നമ്മൾ വിജയിച്ചത്. ഈ ശത്രുവിനെ നമ്മൾ മനസ്സിലാക്കിയത് വിചാരധാരയിൽ നിന്നാണ്. വിചാരധാര കൃത്യമായി പറയുന്നുണ്ട്, ശത്രു ഒന്ന് മുസ്ലിമാണ്, മറ്റൊന്ന് ക്രിസ്ത്യാനിയാണ്. അപ്പോ ശത്രുവിനെ തിരിച്ചറിയാൻ വൈകിപ്പോയി എന്നുള്ളിടത്താണ് ക്രൈസ്തവ സമൂഹം ഇനിയൊരു പ്രതിസന്ധിയിൽ അടപ്പെട്ടത്. മുസ്ലിമീങ്ങളും ക്രൈസ്തവരും ഈ നാട്ടിലേക്ക് വന്നവരാണ്. നമ്മൾ വരുമ്പോൾ ഈ രാജ്യത്തിന്റെ അവസ്ഥ വർണ്ണാധിപത്യത്തിൽ, ജാതി വ്യവസ്ഥയിൽ ആണ്ടുകടന്നിരുന്ന ഈ നാട്ടിലേക്ക് ഇസ്ലാം കടന്നു വന്നു. ഇസ്ലാം മനുഷ്യരെ മനുഷ്യരായി കണ്ടു. ജാതിയുടെയും വർണ്ണത്തിന്റെയും ഭാഷയുടെയും പേരിൽ വേർതിരിക്കപ്പെട്ട, അകറ്റി നിർത്തപ്പെട്ട മനുഷ്യരെ ചേർത്തു പിടിച്ചു ഇസ്ലാം. അതാണ് ബ്രാഹ്മണ മതം ഉൾക്കൊള്ളാത്ത ഏറ്റവും വലിയ കാര്യം. അതാണ് അവരാഗ്രഹിക്കുന്നത്, മുസ്ലിമുകളില്ലാത്തൊരു ഇന്ത്യ, അവർ അഖണ്ഡ ഭാരതം. 2035 ഹിന്ദു രാഷ്ട്രത്തിന്റെ സ്ഥാപനത്തിന് വേണ്ടി 500 പേജിലധികം വരുന്ന ഭരണഘടന തയ്യാറാക്കി വെച്ചുകൊണ്ട് മുസ്ലിമുകളില്ലാത്തൊരു ഭാരതത്തിന് വേണ്ടി സ്വപ്നം കാണുന്നവരാണ് ഫാസിസ്റ്റുകൾ. കാരണം മുസ്ലിമീങ്ങൾ രാജ്യത്ത് സമത്വം പറയുന്നവരാണ്, മനുഷ്യർക്കിടയിൽ തുല്യത പറയുന്നവരാണ്, മനുഷ്യർക്കിടയിലുള്ള ജാതിയെ, വർണ്ണത്തിന്റെ, വർഗത്തിന്റെ പേരുള്ള വൈവിധ്യങ്ങളെ ഇല്ല എന്ന് പറയുന്നവരാണ് മുസ്ലിമീങ്ങൾ. അതുകൊണ്ട് ഈ മുസ്ലിമീങ്ങൾ ഈ രാജ്യത്തിന്റെ ശത്രുക്കളാണ്. അപ്പൊ ശത്രുവിനെ തിരിച്ചറിയാൻ കഴിയുക, ശത്രുവുമായ ഒരു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകാതിരിക്കുക, അതാണ് മുസ്ലിമീങ്ങൾ ചെയ്തത്. ഒരു അഡ്ജസ്റ്റ്മെന്റിനുമില്ല. ബഹറിൽ മുസല്ലയിട്ട് നിസ്കരിച്ചാലും RSSനെ വിശ്വസിക്കരുതെന്ന് പറഞ്ഞ ആളാണ് നമ്മുടെ നേതാവ്. ഒരു അഡ്ജസ്റ്റ്മെന്റിനും ഇല്ല. ശത്രുവിനെ ശത്രുവായി കാണുക, അങ്ങനെ ജീവിക്കാനാണ് നമ്മെ പഠിപ്പിച്ചത്. കാരണം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖുദ്സ് കീഴടങ്ങിയ സമയത്ത്, ഷാം ഇസ്ലാമിന് കീഴിലേക്ക് വന്ന സമയം, അവിടെയുള്ള പാത്രിയാർക്കീസുമാര് പറഞ്ഞു, ഞങ്ങൾ ഈ രാജ്യത്തിന്റെ താക്കോല് നിങ്ങളുടെ ഖലീഫയല്ലാതെ മറ്റൊരാളെയും ഏൽപ്പിക്കില്ല, അതുകൊണ്ട് ഉമർ നേരിട്ട് വരണം ഇതിന്റെ താക്കോല് ഏറ്റുവാങ്ങാൻ വേണ്ടി. നമുക്കറിയാം ഖലീഫ വരുന്നുണ്ട്, തന്റെ ഭൃത്യന്റെ കൂടെ ഊഴം വച്ച് സഞ്ചരിച്ച് കുറച്ചു ദൂരം ഉമർ മുകളിലിരിക്കും, ഭൃത്യൻ നടക്കും, പിന്നെ ഭൃത്യൻ മുകളിലിരിക്കും, ഉമർ നടക്കും. ഇങ്ങനെ ഫലസ്തീനിലേക്ക് ഖുദ്സിന്റെ ചാവി ഏറ്റുവാങ്ങാൻ വേണ്ടി വരുമ്പോൾ അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു അവിടെയുണ്ട്, ഉമറിനെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ആ രാജ്യത്തെ ക്രിസ്തീയ മതമേലധ്യക്ഷന്മാർ കൂടി നിൽക്കുന്നുണ്ട് ഉമറിനെ സ്വീകരിക്കാൻ. അപ്പോഴാണ് വസ്ത്രം കീറിയ വസ്ത്രം ധരിച്ച്, കഷ്ണം വച്ച വസ്ത്രവും ധരിച്ചുകൊണ്ട് ഭൃത്യനെ മുകളിലിരുത്തി നടന്നു വരുന്ന ഉമറിനെ കണ്ട അബൂ ഉബൈദ ചോദിക്കുന്നുണ്ട്, ഖലീഫ, ഈ കാത്തു നിൽക്കുന്നത് മുഴുവനും ഈ രാജ്യത്തെ ഉന്നത ക്രൈസ്തവ മതപുരോഹിതന്മാരാണ്. ഞങ്ങൾ അങ്ങയെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് അറേബ്യയുടെ ചക്രവർത്തി എന്നാണ്, ഖലീഫ എന്നാണ്. അങ്ങ് ഇങ്ങനെ വന്നാൽ ഞങ്ങൾക്ക് നാണം കേടല്ലേ, അതുകൊണ്ട് അങ്ങ് കുതിരപ്പുറത്ത് കയറണം, ഭൃത്യൻ നടക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, ലൗകാലഹ ഓയുറുഖ്. അബൂ ഉബൈദ, ഇത് നീ പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് വിഷമം, വേറെ ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് വിഷമമില്ലായിരുന്നു. കാരണം നീ അത് പറയരുത്, നീ റസൂലിന്റെ സഹാബിയാണ്, നിനക്കറിയാം നഹ്നു ഖൗമുൻ അഅ്സനല്ലാഹു ബിൽ ഇസ്ലാം, നമ്മൾ ഒന്നുമല്ലാതിരുന്ന ആളുകളല്ലേ, ഈ ഇസ്ലാമല്ലേ നമുക്ക് പ്രതാപം നൽകിയത്, ഇസ്ലാം കൊണ്ടല്ലേ നമുക്ക് അന്തസ്സ് കിട്ടിയത്,
ഇന്ന് ക്രൈസ്തവ പുരോഹിതന്മാർ ഈ രാജ്യത്തിന്റെ താക്കോൽ നമ്മളെ ഏൽപ്പിക്കാൻ കാരണം എന്താ? നമ്മുടെ യോഗ്യത ഇസ്ലാമാണ്. അതുകൊണ്ട് ഇസ്ലാം, ഇസ്ലാമിനെ മാറ്റിവെച്ചിട്ട് പ്രതാപം നമ്മൾ തേടിക്കഴിഞ്ഞാൽ അതല്ലനല്ലാഹ്, അബൂബൈദ പടച്ചോൻ നമ്മളെ നിന്ദിരാക്കി കളയും. അതുകൊണ്ട് ഈ ആദർശത്തെ മുറുകെ പിടിച്ച്, ഈ ആദർശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നാം ഇസ്സത്തിനെ തേടേണ്ടത് എന്ന് അബൂബൈദ റളിയല്ലാഹു തആല അൻഹു ഉമറുൽ ഖത്താബ് പറയുന്നുണ്ട്. സഹോദരങ്ങൾ, ഒരു വിട്ടുവീഴ്ചയ്ക്കും നമ്മളില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 നൽകിയിരിക്കുന്ന അധികാരമാണ് ഏതു മതവും വിശ്വസിക്കാം, ഏതു മതവും പ്രചരിപ്പിക്കാം. 26 നൽകിയ അധികാരമാണ് ഈ രാജ്യത്തെ ഏതു മതവിഭാഗങ്ങൾക്കും മതസ്ഥാപനങ്ങൾ പടുത്തുയർത്താം. ഇത് ഭരണഘടനാപരമായി നമുക്ക് നൽകിയ അധികാരമാണ്. അതിനൊരു ഗവൺമെന്റിനോടും ഒരു ഫാസിസത്തോടും നമ്മൾ വിട്ടുവീഴ്ചയേണ്ട കാര്യമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ക്രൈസ്തവ സഹോദരങ്ങൾ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ സഭാവസ്ത്രം ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകല്ല വേണ്ടത്. നിങ്ങൾ ഭരണഘടനാനുസൃതമായി നിങ്ങൾ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മക്കയിൽ കഠിനമായ പ്രയാസങ്ങൾ ഉണ്ടായി, മുശ്രിക്കുകളുടെ ശല്യമുണ്ടായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഹിജ്റ പോകാൻ അനുമതി കൊടുത്തു അബ്സീനയിലേക്ക്. 5 മർഹല സഞ്ചരിച്ചു അബൂബക്കർ റളിയല്ലാഹു അൻഹു അബ്സീനയിലേക്ക് പോകാൻ വേണ്ടി. അപ്പോഴാണ് മക്കയിലെ മതേതര നേതാവായിരുന്ന ഇബ്നു ദഅന അബൂബക്കറിനെ കണ്ടുമുട്ടുന്നത്. ചോദിച്ചു, അബൂബക്കർ നീ എവിടെ പോകുന്നു? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മക്കയിൽ നിൽക്കാൻ കഴിയില്ല, മുശ്രിക്കുകളുടെ ശല്യം കാരണം ഞാൻ ഹിജ്റ പോകുകയാണ്. ഇബ്നു ദഅന പറഞ്ഞു, നിന്നെ പോലുള്ള ഒരാൾ പോകരുത്. അബൂബക്കർ നീ പോകരുത്, നീ നാട്ടിൽ ആവശ്യമുള്ള ആളാണ്, നീ വരും, ഞാൻ നിനക്ക് സംരക്ഷണം തരാം. ഇബ്നു ദഅന അബൂബക്കറിനെയും കൂട്ടി കഅബയുടെ പരിസരത്ത് വന്നിട്ട് മുശ്രിക്ക് നേതാക്കളോട് പറഞ്ഞു, ഞാൻ ഇദ്ദേഹത്തിന് അബൂബക്കറിന് സംരക്ഷണം കൊടുത്തിരിക്കണം, ആരും ഉപദ്രവിക്കാൻ പാടില്ല. മുശ്രിക്കുകൾ പറഞ്ഞു, കുഴപ്പമില്ല ഇബ്നു ദഅന, നിന്റെ സംരക്ഷണം ഞങ്ങൾ അംഗീകരിക്കാം, അബൂബക്കറെ ഞങ്ങൾ ഉപദ്രവിക്കില്ല. പക്ഷേ അബൂബക്കർ ഒരു കാര്യം ചെയ്യണം, ഖുർആൻ ഉറക്കി ഓതരുത്. ഖുർആൻ ഉറക്കി ഓതരുത്, ഒരു കണ്ടീഷനേ ഉള്ളൂ ഞങ്ങൾക്ക്. ഇത് കേട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇബ്നു ദഅന, നീ എനിക്ക് തന്ന സംരക്ഷണം അങ്ങ് എടുത്തു മാറ്റിക്കും, എനിക്ക് നിന്റെ സംരക്ഷണം വേണ്ട. ഖുർആൻ ഉറക്കെ ഓകാതെ ഈ മക്കയിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല, അതെന്റെ അവകാശമാണ്, അത് അല്ലാഹുവിന്റെ ഗ്രന്ഥമല്ലേ. ഈ ഒരു നിലപാടാണ് മുസ്ലിമീങ്ങൾക്ക് ഉണ്ടാകേണ്ടത്. രാജ്യം അനുവദിച്ച മൗലികമായ അവകാശങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് നിലനിൽക്കാൻ കഴിയണം ഈ രാജ്യത്ത്. അതിലാണ് നമുക്ക് അന്തസ്സുള്ളത്. അല്ലാതെ താൽക്കാലികമായ ധാരണകൾ എന്ന് പറയുന്നത് പെയിൻ കില്ലർ കഴിക്കും പോലെയാണ്, തൽക്കാലം വേദന മാറും. ക്രൈസ്തവ പുരോഹിതന്മാർ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പെയിൻ കില്ലർ അല്ല കഴിക്കേണ്ടത്, ഭരണഘടന അനുവദിക്കുന്ന മൗലിക അവകാശങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പോരാട്ടങ്ങൾ നടത്തണം. രണ്ടാമത്, അതിജീവനം ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തിന് ഉണ്ടാകേണ്ട രണ്ടാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് പ്രതീക്ഷയുണ്ടാകണം. എപ്പോഴും പ്രതീക്ഷയോടെ ജീവിക്കണം. മുസ്ലിമീങ്ങൾ വലിയ പ്രതീക്ഷയുള്ള ആളുകളാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖന്തക്ക് കിടങ്ങ് കുഴിക്കുന്ന സമയം, ശത്രുവിനെ പ്രതിരോധിക്കാൻ വേണ്ടി മദീനയ്ക്ക് ചുറ്റും കിടങ്ങ് കുഴിക്കുന്ന ഘട്ടം, ഒരു പാറക്കല്ല് വെളിപ്പെട്ടു. സഹാബത്ത് അത് കൊത്തിയിട്ട് പൊട്ടുന്നില്ല. പ്രവാചകനെ അറിയിച്ചു. പ്രവാചകൻ വന്നു. ആ പിക്കാസ് വാങ്ങിയിട്ട് അതിലേക്ക് കൊത്തുന്ന സമയം, ഇങ്ങനെ മിന്നൽ പിണറുകൾ ഇങ്ങനെ പോകുന്ന സമയം റസൂലുള്ളാഹി പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ പേർഷ്യയുടെ കൊട്ടാരങ്ങൾ ഞാൻ കിനാവ് കാണുന്നു, പേർഷ്യ എനിക്ക് കീഴ്പ്പെട്ടതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു, റോം എനിക്ക് കീഴ്പ്പെട്ടതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു, യമനിലെ കൊട്ടാരങ്ങൾ ഞാൻ സ്വപ്നം കാണുന്നു എന്ന് പറഞ്ഞ ഇതൊക്കെ നമുക്ക് കിട്ടും. അന്നത്തെ വലിയ സാമ്രാജ്യങ്ങളെ കുറിച്ചാണ് റസൂലുള്ളാഹി പറയുന്നത്. പേർഷ്യയും റോമൊക്കെ ഇസ്ലാമിന് കീഴിൽ വരും. എപ്പോഴാ പറയുന്നത്? മദീനയിൽ നിൽക്കക്കള്ളിയില്ലാതെ ശത്രുവിനോട് പോരാടാൻ വേണ്ടി കിടങ്ങ് കുഴിക്കുന്ന സമയം. പ്രതീക്ഷയുടെ വർത്തമാനങ്ങളാണ് റസൂലുള്ളാഹി സഹാബത്തിന് പറഞ്ഞു കൊടുത്തത്. ഇതൊക്കെ നമ്മുടെ കീഴിലേക്ക് വരും. വന്നില്ലേ? ഹിജ്റ പോകുന്ന സമയം, മക്കയിൽ നിൽക്കക്കള്ളിയില്ലാതെ മദീനയിലേക്ക് പോകുന്ന സമയമാണ് തന്നെ തെരഞ്ഞു വന്ന സുറാക്കയോട് പറയുന്നത്. സുറാക്ക നബിയെ പിടിക്കാൻ വേണ്ടി വന്നതാണ് സത്യത്തിൽ. സുറാക്കയുടെ ഒട്ടകത്തിന്റെ കാലുകൾ മരുഭൂമിയിലേക്ക് ഇങ്ങനെ ആണ്ടുപോയി. അവസാനം നിസ്സഹായനായ സുറാക്കയോട് പറയുന്നുണ്ട്, സുറാക്ക, കിസ്റ ചക്രവർത്തിയുടെ സ്വർണവള നിന്റെ കയ്യിലേക്ക് ഞാൻ ഇട്ടുതരും. അങ്ങനെ ഒരു കാലം വരും. മക്കയിൽ നിക്കക്കളിയില്ലാതെ ഓടിപ്പോകുന്ന റസൂൽ പറയാണ്, കിസ്റ രാജാവിന്റെ കയ്യിൽ കിടക്കുന്ന സ്വർണവള നിന്റെ കയ്യിൽ ഇട്ടുതരും. നടന്നില്ലേ? ഉമറുൽ ഖത്താബിന്റെ കാലം കിസ്റ കീഴടക്കി. മുസ്ലിമീങ്ങൾ ആ രാജ്യം കീഴടക്കി. ആ രാജകൊട്ടാരത്തിൽ നിന്നും രാജാവിന്റെ സ്വർണ്ണാഭരണങ്ങളും കിരീടങ്ങളൊക്കെ ഉമറിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. ഉമർ അപ്പോൾ ചോദിച്ചു, അയ്യന സുറാഖത്ത് ബിനു മാലിക്, സുറാഖ എവിടെ? സുറാഖ മുന്നോട്ട് വന്നു. ആ സുറാഖയുടെ കയ്യിലേക്ക് കിസ്റ ചക്രവർത്തിയുടെ സ്വർണ്ണവള ഇട്ടുകൊടുത്തു. ഫുഖഹാക്കൾ പറയുന്നുണ്ട്, മുസ്ലിമീങ്ങൾക്ക് സ്വർണ്ണം ഉപയോഗിക്കാൻ പാടില്ല, പുരുഷന്മാർക്ക്. ഈ ഒരാൾ കൊഴിച്ച്. ആ സുറാഖയ്ക്ക് മാത്രമാണ് ഈ സമുദായത്തിൽ സ്വർണം അനുവദിക്കപ്പെട്ടത്, ഒരു സ്വർണ്ണവള ധരിക്കാൻ. കാരണം അത് റസൂൽ കൊടുത്തൊരു ഓഫറാണ്. എന്നിട്ട് ഉമർ പറയുന്നുണ്ട്, സുറാഖ, അന്ന് നിന്നോട് റസൂൽ പറഞ്ഞില്ലേ സുറാഖയുടെ സ്വർണ്ണവള ധരിപ്പിക്കുമെന്ന്? അതാണ് ഈ വള.
അതുകൊണ്ട് മുസ്ലിം സമൂഹം പ്രതീക്ഷയുള്ള സമൂഹമാണ്. ഏത് പ്രതിസന്ധി വന്നാലും നൂഹ് നബിയുടെ കാലത്ത് തൂഫാനിനെ അതിജയിച്ച സമൂഹമാണ് ഞങ്ങൾ. ഫിറൗനിനെ തോൽപ്പിച്ച സമൂഹമാണ് നമ്മൾ. നമ്രൂദിന്റെ തീക്കളെ ഊതിക്കെടുത്തിയ സമൂഹമാണ് നമ്മൾ. ഈ ഉമ്മത്തിന്റെ ഫിറൗൻ എന്ന് റസൂലുള്ള വിശേഷിപ്പിച്ച അബൂജഹലിനെ ബദറിനെടുത്ത് കൊന്നിട്ട് ആ മൃതശരീരം കലീബ് എന്ന പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ ഉമ്മത്താണ് നമ്മൾ. അതുകൊണ്ട് ഏത് പ്രതിസന്ധിയിലും ഈ ഉമ്മത്ത് പ്രതീക്ഷയോടെ മുന്നേറും. മൂത്തത്ത് യുദ്ധം 2 ലക്ഷം റോമക്കാരോടാണ് 3000 മുസ്ലിമീങ്ങൾ യുദ്ധം ചെയ്തത്. കേവലം 3000 മുസ്ലിമീങ്ങൾ, റോമൻ സൈന്യം 2 ലക്ഷം. യുദ്ധത്തിന് പോകാൻ സമയത്ത് റസൂലുള്ള പറഞ്ഞു 3 പേരെ അമീറാക്കി. ഒന്ന് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. എന്നിട്ട് പറഞ്ഞു സെയ്ദ് ബിൻ ഹാരിസ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത അമീർ ജഅഫർ ബിൻ അബി ത്വാലിബ്. ജഅഫർ ബിൻ അബി ത്വാലിബും കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത അമീർ അബ്ദുല്ലാഹ് ബിൻ റവാഹ. സാധാരണ റസൂൽ അങ്ങനെ പറയാറില്ല. റസൂലിനറിയാം ഈ 3 പേരും കൊല്ലപ്പെടും. പതാക വാഹകനായി സെയ്ദ് ബിൻ ഹാരിസ ആദ്യം. സെയ്ദ് കൊല്ലപ്പെട്ടാൽ ജഅഫർ ബിൻ അബി ത്വാലിബ്, ജഅഫറും കൊല്ലപ്പെട്ടാൽ അബ്ദുല്ലാഹ് ബിൻ റവാഹ. ഇത് പറഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു ജൂതൻ പള്ളിയുടെ വെളിയിൽ നിൽക്കുന്നുണ്ട്. ഇതൊരു ജൂതൻ കേട്ടു റസൂലുള്ള പറയുന്ന വാക്ക്. അബ്ദുല്ലാഹ് ബിൻ റവാഹ എന്ന് പറയുന്ന 33-കാരനായ സഹാബിയോട് ജൂതൻ ചോദിച്ചു, മുഹമ്മദ് പറഞ്ഞ കേട്ടില്ലേ? നീ കൊല്ലപ്പെട്ടാൽ, നീ 3ാമത്തെ അമീറാണ്, നീയും കൊല്ലപ്പെട്ടാൽ നിങ്ങൾ മുഷാവറ ചെയ്തിട്ട് ഒരു അമീറിനെ തെരഞ്ഞെടുക്കണമെന്ന് മുഹമ്മദ് പറഞ്ഞു കേട്ടില്ലേ? നീ മരിക്കുമെന്ന് നിനക്ക് ഉറപ്പല്ലേ? നീ പോകുന്നുണ്ടോ യുദ്ധത്തിനെന്ന് ചോദിച്ചു. 33-കാരനായ അബ്ദുല്ലാഹ് ബിൻ റവാഹ എന്ന സഹാബി പറഞ്ഞു, സദഖല്ലാഹു വറസൂലുഹു. അല്ല പറഞ്ഞെങ്കിൽ റസൂല് പറഞ്ഞില്ല, അത് അങ്ങനെ സംഭവിക്കും. എനിക്കൊരു പേടിയില്ല. ഞാൻ രക്തസാക്ഷിത്വം ആഗ്രഹിച്ചു പോകുകയാണ്. അങ്ങനെ ഇന്നത്തെ ജോർഡാനിന്റെ സമീപ പ്രദേശത്ത് മൂത്ത എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നു 3000 സഹാബാക്കൾ. റോമൻ സൈന്യം 2 ലക്ഷം യുദ്ധം ചെയ്തു. 7 ദിവസം 12 മുസ്ലിമീങ്ങൾ കൊല്ലപ്പെട്ടു. 2000 മൂത്ത സൈന്യം അവിടെ റോമൻ സൈന്യത്തെ കൊലപ്പെടുത്തി. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു 4ാമത്തെ അമീറായത്. സെയ്ദ് കൊല്ലപ്പെട്ടു, ജഅഫർ കൊല്ലപ്പെട്ടു, അബ്ദുല്ലാഹ് ബിൻ റവാഹയും കൊല്ലപ്പെട്ടു. 4ാമത്തെ അമീറായി ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു നേതൃത്വം ഏറ്റെടുത്തു. അദ്ദേഹം പറയുന്നുണ്ട് 9 വാളാണെന്ന് എനിക്ക് പൊട്ടിപ്പോയത്. 9 വാള്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്നു, സഹാബത്തിനെ സ്വീകരിച്ചു. റസൂല് പറഞ്ഞു, ഞാൻ ഇതൊക്കെ അറിഞ്ഞു. സെയ്ദ് കൊല്ലപ്പെട്ടതും അബ്ദുല്ലാഹ് ബിൻ റവാഹ കൊല്ലപ്പെട്ടതും ജഅഫർ ബിൻ അബി ത്വാലിബ് കൊല്ലപ്പെട്ടതും ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്പുറത്ത് നിൽക്കുന്നവരുടെ ശക്തിയൊന്നും മുസ്ലിംക്ക് നോട്ടമില്ല. കമ്മിൻ ഫിയത്തിൻ ഖലീലത്തിൻ ഖലബത്ത് ഫിയത്തൻ കസീറത്തൻ ബിഇദ്നില്ലാഹ്. ചരിത്രത്തിൽ എത്ര ചെറിയ സംഘങ്ങളാണ് വലിയ സംഘങ്ങളെ തോൽപ്പിച്ചത്. അതുകൊണ്ട് ഈ രീതിയിൽ മുസ്ലിമീങ്ങൾ വലിയ പ്രതീക്ഷയുള്ളവരാണ്. 3ാമത് പോരാട്ട വീര്യമുണ്ടാകണം. ജനാധിപത്യ രാജ്യത്ത് അനുവദിക്കപ്പെട്ട സമരമാർഗങ്ങളിലൂടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി തയ്യാറാകണം. മുസ്ലിമീങ്ങൾ അതിന് തയ്യാറാണ്. ക്രൈസ്തവ സമൂഹത്തോട് പറയാനുള്ളത്, നിങ്ങൾ ഇനിയും ഈ ഭരണത്തെ പുകഴ്ത്തിയിട്ട് എന്തെങ്കിലും നേടിയെടുക്കാമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയും അപകടരംഗത്ത് നിന്ന് പിന്മാറിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ സമരസജ്ജരായിരിക്കണം. ഭരണഘടന അനുവദിക്കുന്ന ജനാധിപത്യ സമരങ്ങളിലൂടെ മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാകണം. സഹോദരങ്ങളെ, ഈ 3 കാര്യങ്ങൾ നേടിയെടുത്തപ്പോഴാണ് ഇറാൻ എന്ന് ലോകത്ത് പിടിച്ചു നിൽക്കുന്നത്. ഈ 3 കാര്യങ്ങളും ഇന്ന് ഇറാനി ജനതയ്ക്കുണ്ട്, ഇറാന്റെ ഭരണകൂടത്തിനുണ്ട്. അവർ ശത്രുവിനെ തിരിച്ചറിഞ്ഞു. അതിജീവനം ആഗ്രഹിക്കുന്ന ഇറാൻ തിരിച്ചറിഞ്ഞു, ആദ്യം നമ്മുടെ ശത്രു ആരാണ്. ഖുർആൻ പറഞ്ഞു മുസ്ലിമിന്റെ ഏറ്റവും വലിയ ശത്രു ജൂതനാണ്. ഇത് ഇറാൻ ഗവൺമെന്റ് തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് അവർ പോരാടി നിൽക്കുന്നത്. സ്വന്തം ശത്രുവിനെ തിരിച്ചറിഞ്ഞു. ഇസ്രായേലും അമേരിക്കയുമാണ് തങ്ങളുടെ ശത്രുക്കളെന്ന് ഇറാൻ തിരിച്ചറിഞ്ഞു. 2ാമത്, ആ ശത്രുവിന്റെ മുന്നിൽ പ്രതീക്ഷയോടുകൂടി ഇറാൻ നിലനിന്നു. അമേരിക്ക വലിയൊരു സംഭവമാണെന്നൊന്നും ഇറാൻ ചിന്തിച്ചിട്ടില്ല. അമേരിക്ക പറയുന്നത്, ഞങ്ങളുടെ കയ്യിൽ ഒരു ബട്ടനുണ്ട്, ആ ബട്ടൺ അമർത്തിയാൽ ലോകം മുഴുവനും, ഭൂമി മുഴുവനും 4 പ്രാവശ്യം കരിക്കാൻ കഴിയുന്ന അണുബോംബ് ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് അമേരിക്ക അവകാശപ്പെടുന്നു. ഒന്നമർത്തിയാൽ 4 പ്രാവശ്യം ഈ ഭൂമിയെ കരിക്കാൻ കഴിയുന്ന അണുബോംബുള്ള അമേരിക്ക. ഒരേ സമയത്ത് 60 രാജ്യങ്ങളോട് ലോകത്ത് യുദ്ധം ചെയ്യാൻ കഴിവുള്ള അമേരിക്ക. അതാണ് അമേരിക്ക ആവശ്യം പറയുന്നത്. അമേരിക്കയുടെ ആവശ്യങ്ങൾ, അല്ലെങ്കിൽ അമേരിക്ക പറയുന്ന അവരുടെ വാദങ്ങൾ ഇതൊക്കെയാണ്. 60 രാജ്യങ്ങളോട് യുദ്ധം ചെയ്യാൻ കഴിയും. 5 ലക്ഷം സൈനികരെ ഞങ്ങൾ വിദേശ രാജ്യങ്ങൾ നിയമിച്ചിട്ടുണ്ട്. അന്റാർക്കി ഒഴിച്ചുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഞങ്ങൾക്ക് സൈനിക സാന്നിധ്യമുണ്ട്. ഇത് പറയുന്ന അമേരിക്കയാണ് യുദ്ധം തുടങ്ങി ഇപ്പോൾ വിയർത്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഒഴിവാകും, എങ്ങനെ ഒഴിവാകാതിരിക്കും എന്നൊരു ഘട്ടത്തിലേക്ക് ട്രംപ് എത്തിപ്പെട്ട ഒരു കാര്യം. ഇതിന്റെ കാരണം, 1, ഇറാനികൾ ശത്രുവിനെ തിരിച്ചറിഞ്ഞു. 2, ശത്രുവിനെ തിരിച്ചറിയുന്നതോടൊപ്പം തന്നെ വലിയ പ്രതീക്ഷ ഇറാനി സമൂഹത്തിനുണ്ട്, ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയും. 3ാമത്, സമരസജ്ജരാണ് സമൂഹം. അവസാനത്തെ ഇറാനിയും കൊല്ലപ്പെട്ടാലല്ലാതെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും മുന്നിൽ മുട്ടുമടക്കുന്ന പ്രശ്നമില്ല എന്ന് ഇറാനിയൻ ജനത തീരുമാനിച്ചു കഴിഞ്ഞു. ഇങ്ങനെയുള്ള ഒരു സമൂഹത്തെ തോൽപ്പിക്കാൻ ഒരിക്കലും അമേരിക്കയ്ക്ക് കഴിയില്ല, ഇസ്രായേലിന് കഴിയില്ല.
മരിക്കാൻ വരുന്നവനെ എങ്ങനെയാണ് കൊല്ലാൻ നിൽക്കുക? മരിക്കാൻ തയ്യാറായവനെ കൊല്ലാൻ കഴിയില്ല. അതുകൊണ്ട് യുദ്ധം അവസാനിക്കട്ടെ, യുദ്ധം ഒരിക്കലും നല്ലതിനല്ല. പശ്ചിമേഷ്യ എങ്ങനെ കത്തുന്നത് ഒരിക്കലും നമുക്കും നല്ലതിനല്ല. നമ്മുടെ രാജ്യത്ത് വിലവർധന ഉണ്ടാകും. ഇപ്പോൾ തന്നെ നമ്മുടെ അടുക്കളകളെ, നമ്മുടെ ഹോട്ടലുകളെയൊക്കെ കാര്യമായി ബാധിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് പശ്ചിമേഷ്യയിലെ, പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളിലെ, GCC രാജ്യങ്ങളിലെ ഓരോ സാമ്പത്തിക പ്രശ്നങ്ങളും നമ്മുടെ കേരളത്തെ കാര്യമായി ബാധിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്നിരുന്നാൽ പോലും ഒരിക്കലും അറബ് രാജ്യങ്ങൾ ഐക്യപ്പെട്ടുകൊണ്ട് തങ്ങളുടെ ശത്രുക്കളെ തിരിച്ചറിയണം. ഇറാൻ തിരിച്ചറിഞ്ഞതുപോലെ തിരിച്ചറിയുന്ന ഒരു ഘട്ടത്തിൽ മാത്രമേ മുസ്ലിം ലോകത്തിന് ഇസ്സത്തോടുകൂടി ഇവരുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല തിന്മയുടെ വക്താക്കളെ അള്ളാഹു പരാജയം കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അമേരിക്കയ്ക്കും ഇസ്രായേലിനും എന്നേക്കുമായി ഈ ഒരു യുദ്ധത്തോടെ പരാജയം സമ്മാനിക്കുമാറാകട്ടെ. പശ്ചിമേഷ്യയിൽ അള്ളാഹു സമാധാനം പുനഃസ്ഥാപിക്കുമാറാകട്ടെ. മനുഷ്യർക്ക് അള്ളാഹു ആശ്വാസവും സന്തോഷവും പ്രദാനിക്കുമാറാകട്ടെ. യുദ്ധക്കെടുതിയിൽ പ്രയാസപ്പെടുന്ന മുഴുവൻ രാഷ്ട്രങ്ങൾക്കും മുഴുവൻ മനുഷ്യർക്കും അള്ളാഹു എത്രയും പെട്ടെന്ന് ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹോപ്പ് അക്കാഡമി ഈരാറ്റുപേട്ട നടത്തുന്ന ഒരു പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ക്ലാസ് മുമ്പൊരിക്കൽ നമ്മൾ അനൗൺസ് ചെയ്തതാണ്, അന്ന് നടന്നില്ല. ഇൻഷാ അല്ലാഹ് ഈ 14/4/2026 ബറക്കാത്ത് മിനി ഓഡിറ്റോറിയത്തിൽ വെച്ച് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഏകദിന പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ക്ലാസ് നടത്തപ്പെടുന്നുണ്ട്. അപ്പോൾ ഏപ്രിൽ മെയ് മാസത്തിൽ വിവാഹിതരാകുന്ന മുഴുവൻ ആളുകളും ഈ കോഴ്സിൽ പങ്കെടുക്കണം. 3 പള്ളികളുമായി സഹകരിച്ചാണ് ഇവർ നടത്തുന്നത്. വിവാഹത്തിന് എങ്ങനെ ഒരുങ്ങാം, സ്നേഹവും കരുതലും, കുടുംബജീവിതം, ലൈംഗിക വിദ്യാഭ്യാസം തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ പ്രഗത്ഭരായ ആളുകളുടെ ക്ലാസ് ഒരു ദിവസം ഉണ്ടാകും. അതുകൊണ്ട് ഏപ്രിൽ മെയ് മാസങ്ങളിൽ വിവാഹിതരാകുന്ന മുഴുവൻ ആളുകളും അതിനകത്ത് പങ്കെടുക്കുക. 14-ാം തീയതിയാണ് തുടങ്ങുക. അപ്പോൾ 14-ാം തീയതി വരെ വിവാഹിതരായ ആളുകൾക്കും അതിനകത്ത് പങ്കെടുക്കാൻ കഴിയും. 1500 രൂപയാണ് ഫീസ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. പ്രാർത്ഥിക്കാൻ വേണ്ടി ജസീല വെളിയത്ത് എന്ന് പറയുന്ന സഹോദരി, നമ്മൾ 1-2 പ്രാവശ്യം ദുആ ചെയ്തതാണ്. അവര് ക്യാൻസർ ബാധിതയായി വല്ലാത്തൊരു വേദന അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. പടച്ചാമ്പുരാൻ ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, രോഗം കൊടുക്കുന്നവൻ നീയാണ്, ഷിഫയും നിന്റെ ഔദാര്യമാണ്. നീ ആ സഹോദരിക്ക് ഷിഫ നൽകണേ അല്ലാഹ്. അവരുടെ വേദനകൾക്ക് നീ ആശ്വാസം നൽകണേ പടച്ചവനെ.